എന്തിനാ ഈ വിളിക്കുന്നത്? ശല്യം എന്തിനെങ്കിലും ആയിരിക്കും. ഹലോ ചേച്ചി, ചേച്ചി ഒരു അത്യാവശ്യം ചേച്ചി, ഒരു 2 മണിക്കൂർ ഒന്ന് വരണേ ചേച്ചി. അച്ഛൻ്റെ അടുത്ത് ആരും ഇല്ലല്ലോ, എനിക്കൊരു ഒഴിവാക്കാൻ പറ്റാത്തൊരു മാരേജ് ചേച്ചി. എനിക്ക് വരാനൊന്നും പറ്റില്ല. ചേട്ടൻ പോലും ഇല്ലല്ലോ ചേച്ചി. ഒരു 2 മണിക്കൂർ മതി, ഞാൻ പെട്ടെന്ന് പങ്കെടുത്തിട്ട് ഓടി പോരാം. പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല ചേച്ചി. ഒരു 2 മണിക്കൂർ അത്ര ഒന്ന് അഡ്ജസ്റ്റ് ചേച്ചി, എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്യണം. ഓക്കെ. വരണേ ചേച്ചി. അതെ അതെ. വെച്ചോ ശരി. തരൂല. വെള്ളമൊന്നും കൊണ്ടുവച്ചിട്ടില്ലേ? അച്ഛാ മരുന്ന് കുടിച്ചിനാ? ഇല്ലേ മരുന്ന് കുടിച്ചിട്ടില്ലേ? എല്ലാം അതുപോലെ തന്നെ ഉണ്ടല്ലോ. കല്യാണത്തിന് പോകാൻ ചെല്ലിട്ട് നിങ്ങൾ നോക്കാൻ പാടില്ലാന്നുണ്ടോ? ഫുഡ് കഴിച്ചാ? ഭക്ഷണം കഴിച്ചാ? ചേച്ചി എപ്പോഴാ വന്നേ? ചേച്ചി എപ്പാ വന്നേ? അച്ഛന് ഞാനെല്ലാം കൊടുത്തേ ചേച്ചി. അച്ഛൻ പറയുന്നുണ്ടല്ലോ ഒന്നും കൊടുത്തില്ലാന്ന്. അച്ഛനിപ്പോ ഒന്നും ഓർമ്മയില്ല ചേച്ചി, അതുകൊണ്ടാ ഞാൻ ഇപ്പൊ എല്ലാം കൊടുത്തിട്ട് പോയതാ. എന്നിട്ടൊന്ന് ഒരുങ്ങാൻ പോയി, ഒന്ന് ഡ്രസ്. അച്ഛൻ ഭക്ഷണം കഴിച്ചോ? അച്ഛന് ഓർമ്മക്കുറവുണ്ട് ചേച്ചി. എനിക്കറിയാം ഓർമ്മക്കുറവുണ്ടോന്ന്. ചേച്ചി ഒന്ന് നോക്ക്, അല്ലെങ്കിൽ ചേച്ചിനിപ്പോ നല്ല ഓർമ്മക്കുറവുണ്ട്. ഒരു അത്യാവശ്യം ഒരു ഫംഗ്ഷനാണ് ചേച്ചി. ഒഴിവാക്കാൻ പറ്റാത്തൊരു കല്യാണം. ചേട്ടൻ പോലും ഇല്ലാത്തല്ലേ, എനിക്ക് പോവാതിരിക്കാൻ പറ്റും. ജോലി ഒരു 2 മണിക്കൂർ അച്ഛനെ ഒന്ന് നോക്കിയാ പോരെ ചേച്ചി. ഞാനാണ് അച്ഛന്റെ എല്ലാം നോക്കുന്നത്. ഒരു 2 മണിക്കൂർ. അതുകൊണ്ട് ഇങ്ങനെ കടന്നിനി അച്ഛൻ നീ എല്ലാം നോക്കുന്നുണ്ട്. അച്ഛന് ഓർമ്മയില്ല, അച്ഛന്റെ എല്ലാ കാര്യവും ഞാൻ ഭംഗിയായിട്ട് ഇപ്പൊ നീ മരുന്ന് കൊടുത്ത എന്തെങ്കിലും ആയാലും എന്ത് ചെയ്യും? കൊടുത്തയാ ചേച്ചി. നമുക്ക് അച്ഛനില്ലുണ്ടാവാ ചേച്ചി. ഞാൻ മരുന്ന് കൊടുത്തതാ ചേച്ചി, സത്യം. നിനക്ക് ഒരു പ്രശ്നമില്ല. എന്റെ അവൾ അങ്ങനെ പണിയെടുത്തിട്ട് നിനക്ക് മാറ്റി തരുന്നുണ്ടല്ലോ, ഇവിടുന്ന് ദൂരത്തടിക്കാൻ വേണ്ടിട്ട്. 2 മണിക്കൂർ അച്ഛനെ ദേഷ്യമായി. എല്ലാ ദിവസവും ഞാൻ തന്നെയല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നേ. അങ്ങനെ ചെയ്യുന്നേ ഒരത്ര അത്യാവശ്യം. നിനക്ക് എന്താ ഇവിടെ ജോലി? അതാ എനിക്കറിയണ്ടേ. ചേച്ചി ഞാനല്ലേ എല്ലാം ചെയ്യുന്നേ. അച്ഛൻ പറയുന്നത് കേട്ടിട്ടില്ലേ? നീ ഇന്ന് മരുന്ന് കൊടുത്തിട്ടില്ല, ഫുഡ് കൊടുത്തിട്ടില്ല. സത്യമല്ല ചേച്ചി, അച്ഛന് ഓർമ്മക്കുറവുണ്ട്. എത്ര നാളുകൊണ്ട് ഈ അവസ്ഥ ഞാൻ പറയാറില്ലേ. എനിക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ട ഈ കല്യാണം ഒഴിവാക്കാൻ പറ്റില്ല ചേച്ചി. ചേട്ടൻ കല്യാണത്തിന് പോയിട്ട് എന്താ വേണ്ടേ? സ്വർണ്ണയെല്ലാം ഇട്ടിട്ട് എന്റെ ആങ്ങളെ കൊണ്ടുവന്ന സ്വർണ്ണയിലങ്ങ് പൂശിയിട്ട് ചേച്ചി നമ്മുടെ അവളങ്ങ് അത്ര അടുപ്പമുള്ള അയച്ചു തന്നല്ലേടി മാസത്തില് പൈസ. നിന്നെ ഇവിടെ കാലെടുത്ത് കുത്തിയിരുന്നിട്ട് ഞങ്ങളെ നോക്കണ്ടായത്. ചേച്ചി ഇങ്ങനൊന്നും പറയല്ലേ ചേച്ചി. ചേച്ചി കഷ്ടം ചേച്ചി. ഞാൻ ഒരു 2 മണിക്കൂറല്ലേ, ഒരു ദിവസം 2 മണിക്കൂർ. എല്ലാ ദിവസവും എല്ലാ കാര്യവും ഞാൻ തന്നെ ചേച്ചി ചെയ്യുന്നേ. കഷ്ടം ചേച്ചി. 2 മണിക്കൂറല്ലേ ഞാൻ ഒന്ന് പറഞ്ഞോളൂ. അച്ഛന്റെ എല്ലാ കാര്യവും ഞാൻ തന്നെ അല്ലേ ചേച്ചി. ഞാൻ എന്റെ അച്ഛനെ പൊന്നോളല്ലേ ചേച്ചി. അച്ഛന്റെ കാര്യത്തിൽ എത്ര ശ്രദ്ധയാ ചേച്ചി ഞാൻ ചെയ്യുന്നത്. നിങ്ങളുടെ കഴിയുന്നില്ല പോണ്ടേ ചേച്ചി. ഇങ്ങനൊന്നും പറയാ. ഞാൻ എന്റെ ആങ്ങളെ വിളിക്കും. നിന്നെ ഇവിടെ വേണ്ട. നീ വീട് കിട്ടാൻ വേണ്ടിട്ട് നിക്കുന്ന എനിക്ക് നല്ലോണം അറിയാടി. ഇങ്ങനൊന്നും പറയല്ലേ ചേച്ചി. എത്ര സ്നേഹത്തോടെ എന്റെ അച്ഛനെ നോക്കുന്നേ. അച്ഛൻ കേൾക്കുന്നില്ലേ അച്ഛാ? ഞാൻ എങ്ങനെ അച്ഛനെ നോക്കുന്നേന്ന് അച്ഛൻ അറിയില്ല. അച്ഛന്റെ മോൾ എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഒരു 2 മണിക്കൂർ അത്ര അത്യാവശ്യം ഉണ്ടായിട്ടല്ലേ അച്ഛാ? അല്ലെങ്കിൽ ഞാൻ അച്ഛനെ ഇട്ടിട്ട് എവിടെയെങ്കിലും പോവാറുണ്ടോ?
എന്റെ അച്ഛനെ പോലെ തന്നെയല്ലേ ഞാൻ കാണുന്നത്. എന്നിട്ട് എന്താ അച്ഛന്റെ മോൾ ഇങ്ങനെ? ഒന്നും പറഞ്ഞു മനസ്സിലാക്കാൻ എന്റെ അച്ഛന് കഴിയുന്നില്ലേ? കഷ്ടം. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടും എനിക്ക് ഇങ്ങനൊക്കെ കേൾക്കേണ്ടി വരുന്നല്ലോ. ഞാൻ എന്റെ ചേട്ടന്റെ അച്ഛനായിട്ടല്ല, എന്റെ അച്ഛനായിട്ട് തന്നെയല്ലേ കാണുന്നത്. എന്തിനാ അച്ഛ ഇങ്ങനെ പറയിക്കുന്നെ? അച്ഛനൊന്നും പറഞ്ഞൂടെ? അച്ഛന്റെ മോളോട് ഒന്ന് പറഞ്ഞൂടെ അച്ഛ? അച്ഛാ, അച്ഛൻ കേട്ടില്ലേ അച്ഛന്റെ മോള് പറഞ്ഞതെല്ലാം? ഞാൻ എങ്ങനെ അച്ഛനെ നോക്കുന്നേ? ഞാൻ രാവിലെ അച്ഛന് എല്ലാ ഭക്ഷണവും ഒരുക്കി തന്നിട്ടല്ലേ അച്ഛ? ഒരു അത്യാവശ്യം ഉള്ളതുകൊണ്ടല്ലേ, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കല്യാണം അല്ലേ? ഞാൻ ആരോടായി പറയുന്നു? ഞാൻ ഇനി എന്താ ചെയ്യ? എന്റെ ഒരു അവസ്ഥ.